ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെം സോഷ്യോളജി ആൻഡ് എക്കണോമിക്സിൻ്റെ കുട്ടികൾക്കും ഉണ്ട് കേട്ടോ. സോഷ്യോളജിക്കാർക്കും ഉണ്ട്, പിന്നെ എക്കണോമിക്സുകാർക്കുണ്ട്. BA എക്കണോമിക്സുകാർക്കുള്ളൊരു പേപ്പറാണ് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മലയാളം നോട്ട്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ആൻസർ മലയാളത്തിലും ആയിട്ടുള്ള പെയ്ഡ് നോട്ട്സും പെയ്ഡ് അസൈൻമെൻറ്റ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലാതെ വീഡിയോസിനകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് ആര്യനൈസേഷൻ എന്നാണ്, ആര്യവൽക്കരണം എന്നാണ്. അതിൽ ആര്യന്മാരെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. നോക്കാം. ജർമ്മൻ ഭാഷാ പണ്ഡിതനായ മാക്സ് മുള്ളർ ആര്യന്മാരുടെ യഥാർത്ഥ ഭവനത്തെക്കുറിച്ച് മധ്യേഷ്യൻ സിദ്ധാന്തത്തെ നിർദ്ദേശിച്ചു. അതായത് മധ്യേഷ്യയിൽ നിന്നുള്ളവരാണ് എന്നുള്ളൊരു ആശയം നിർദ്ദേശിച്ചു. വില്യം ജോൺസ് ആര്യൻ അധിനിവേശ സിദ്ധാന്തം ആദ്യം വിശദീകരിച്ച വ്യക്തിയാണ്. 1875 ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനായ ദയാനന്ദ സരസ്വതിയെ പോലുള്ള സാമൂഹിക സാമ്പത്തിക പരിഷ്കർത്താക്കൾ ആര്യ സംസ്കാരത്തെ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ അടിത്തറയായിട്ട് ഊന്നി പറയുകയും ടിബറ്റ് ഹോം എന്ന സിദ്ധാന്തം, അതായത് ടിബറ്റാണ് അവരുടെ ഒറിജിൻ എന്നുള്ള സിദ്ധാന്തത്തെക്കുറിച്ച് വാദിക്കുകയും ചെയ്തു. ജ്യോതിബ ഫുലെ ആര്യന്മാരെ വിദേശാക്രമണകാരികളായിട്ടാണ് ചിത്രീകരിച്ചത്. അപ്പോൾ സമൂലമായ സമീപനം അതിൽ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ ദാസന്മാരെയും ശൂദ്രന്മാരെ എന്ന് വിവരിച്ചിട്ടുള്ള തദ്ദേശീയരായ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അവരെ കീഴ്പ്പെടുത്തിയവരാണ് ബ്രാഹ്മണേതര പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായ പിന്തുണ നൽകിയിട്ടുള്ള ആളുകൾ. അവരാണ് ആര്യന്മാരെന്നുള്ളൊരു ചിന്താധാരയും ഉണ്ട്. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആര്യന്മാർ എവിടെയാണ് അവരുടെ ഉത്ഭവം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് അവരുടെ ഉത്ഭവം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു അഭിപ്രായമില്ല. ചരിത്രകാരന്മാർക്കിടയിൽ അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. ഇന്തോ യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കുന്ന ഒരു ഭാഷാ വിഭാഗമായിട്ടാണ് ആര്യന്മാരെ കണക്കാക്കുന്നത്. കൂടാതെ ഒരു ചരിത്ര വ്യാഖ്യാനം സൂചിപ്പിക്കുന്നത് അവർ മധ്യേഷ്യയിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് ഇന്ത്യയിലേക്ക് കുടിയേറി എന്ന് തന്നെയാണ്. പഴയ ഇറാനിയൻ ഗ്രന്ഥമായ അവസ്ഥയെ ആര്യൻ കുടിയേറ്റ സിദ്ധാന്തം എന്ന ആശയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. വൈദിക സമൂഹത്തിൽ അജപാലനം പ്രബലമായ ഒരു ആചാരമായിരുന്നു. ഇടയന്മാർ ചെറിയ തോതിലുള്ള കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. പാരിസ്ഥിതിക മാറ്റങ്ങൾ അവരുടെ വാസസ്ഥലങ്ങൾ ഇടയ്ക്കിടെ മാറ്റി പാർപ്പിക്കുകയാണെങ്കിൽ മാറ്റി നിർമ്മിക്കുന്നതിലേക്ക് ഇടവരുത്തി. അങ്ങനെ സമൂഹം എന്തായി, സാമ്പത്തിക ഇടപാടുകൾ മറ്റും ബാർട്ടർ സമ്പ്രദായത്തിൽ നടത്തുന്ന ഒരു സമൂഹം ഇങ്ങനെ സ്ഥലം മാറി മാറി താമസിക്കുകയും അവസാനം ഇന്ത്യയിലെത്തി എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ കൃത്യമായൊരു ആൻസർ നമുക്ക് ഇതിന് പറയാനില്ല. ആര്യന്മാരുടെ ഉത്ഭവത്തോട് നമുക്ക് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളതെന്ന് പറഞ്ഞിട്ട് വിവിധ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഇനി വേദിക ലിറ്ററേച്ചർ, വേദ സാഹിത്യത്തെക്കുറിച്ച്. ആര്യൻ എന്ന പദം ആര്യ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പഴയ സാഹിത്യ അവശിഷ്ടങ്ങൾ ഉൾപ്പെടുന്ന വേദങ്ങളാണ് ഇന്ത്യയിലെ ആര്യന്മാരുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രാഥമികമായ ഉറവിടങ്ങൾ. അപ്പോൾ നമ്മൾ വേദങ്ങളെക്കുറിച്ച് പഠിക്കണം. വേദങ്ങൾ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പക്വമായ ഘട്ടത്തിൻ്റെ പതനത്തെ തുടർന്ന് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ വടക്ക് ഭാഗത്തും വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തും വൈദിക സമൂഹം ഉയർന്നു വന്നു. പുരാവസ്തു തെളിവുകൾ അനുബന്ധമായിട്ട്, അതായത് അത് നോക്കുകയാണെങ്കിൽ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വിവരങ്ങൾ വേദകാലഘട്ടം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. സംഹിതകൾ എന്ന് വിളിക്കപ്പെടുന്ന വേദങ്ങൾ ആദ്യകാലഘട്ടത്തിലെ വാക്കാലുള്ള പാരമ്പര്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. തുടക്കത്തിൽ പാരായണത്തിനും പഠനത്തിനും ഉദ്ദേശിച്ചാണിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടവയാണ്. 4 വേദങ്ങൾക്ക് പുറമെ ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എന്നിവയും വൈദിക സാഹിത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവ വൈദിക സമൂഹത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. ഏറ്റവും പഴയ വേദമായ ഋഗ്വേദത്തിൽ 10 ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. 2 മുതൽ 7 വരെയുള്ള പുസ്തകങ്ങൾ ആദ്യത്തേതായിട്ടാണ് കണക്കാക്കുന്നത്. ബാക്കിയുള്ളവ പിന്നീട് ചേർക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. സൂര്യൻ, അഗ്നി, വായു, ഇന്ദ്രൻ തുടങ്ങിയ വിവിധ ദൈവങ്ങളെ അഭിസംബോധന ചെയ്യുന്ന 1028 ശ്ലോകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഋഗ്വേദത്തിൽ നിരവധി ഋഷിമാർ രചിച്ച ത്യാഗങ്ങളുടെ വിപുലമായ ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഗീതങ്ങളാണ് അതിനകത്ത് ഉള്ളത്. ഋഗ്വേദ സ്തുതികളുടെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി സൂചിപ്പിക്കുന്നത് കിഴക്കൻ അഫ്ഗാനിസ്ഥാൻ, പഞ്ചാബ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ആര്യന്മാരുടെ പ്രാരംഭ വാസസ്ഥലത്തെയാണ്. ഗോമതി അഥവാ ഗോമാൽ, അതുപോലെ ക്രുമു ആധുനിക കുറം, കുബ അഥവാ
ഇപ്പോഴത്തെ കാബൂള്, അതുപോലെ സുവാസ്തു ഇപ്പോഴത്തെ സ്വാട്ട് തുടങ്ങിയ നദികളെല്ലാം ഋഗ്വേദത്തെ പരാമർശിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലെ ആര്യന്മാരുടെ സാന്നിധ്യവും സൂചിപ്പിക്കുന്നുണ്ട് ഋഗ്വേദത്തിൽ. ആദ്യകാല ആര്യന്മാരുടെ ഭൂമിശാസ്ത്രപരമായ അറിവ് ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ തന്നെ യമുനയിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. സിന്ധുവും അതിൻ്റെ പ്രധാന പോഷക നദികളും പ്രതീകപ്പെടുത്തുന്ന 7 നദികളുടെ സപ്തസിന്ധു എന്ന് പറയും കേട്ടോ, മേൽ നിയന്ത്രണത്തിനായി മത്സരിക്കുന്ന ആദ്യകാല ആര്യൻ കുടിയേറ്റക്കാർക്കിടയിൽ നടന്ന ഒരു പ്രധാന സംഘടനമായിരുന്നു 10 രാജാക്കന്മാരുടെ യുദ്ധം അഥവാ ദശരാജ്ന എന്ന് പറയാം കേട്ടോ. പടിഞ്ഞാറൻ പഞ്ചാബിലെ ഭരതഗോത്രത്തിലെ രാജാവായ സുദാസ് തൻ്റെ ജനങ്ങളെ ഈ യുദ്ധത്തിലേക്ക് നയിച്ചു. അദ്ദേഹത്തിൻ്റെ സുപ്രധാന പുരോഹിതനായ വിശ്വാമിത്രന് സുദാസിനെ യുദ്ധത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അദ്ദേഹം വിശ്വാമിത്രനെ മാറ്റി വസിഷ്ഠ മഹർഷിയെ നിയമിച്ചു. ഇത് പഞ്ചജനം എന്നറിയപ്പെടുന്ന 5 പ്രമുഖർ ഉൾപ്പെടെ 10 ഗോത്രങ്ങളുടെ ഒരു കോൺഫെഡറസി രൂപീകരിക്കുന്നതിലേക്ക് വിശ്വാമിത്രനെ നയിച്ചു. ഈ പുരുഷനിയുടെ അല്ലെങ്കിൽ പുരുഷൻ തീരത്ത് യുദ്ധം നടന്നു. 10 രാജാക്കന്മാരുടെ യുദ്ധം നടന്നു. അവിടെ സുദാസ് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ആര്യൻ സംഘടനത്തിൻ്റെ മറ്റൊരു പ്രധാന വശം ആര്യൻ ഉത്തര തദ്ദേശീയ അല്ലെങ്കിൽ മറ്റ് തദ്ദേശീയരായ ജനങ്ങളുമായുള്ള പ്രത്യേകിച്ച് പാനികളും ദാസന്മാരുമൊക്കെ ആയിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ്. സമ്പന്നരാണ് അല്ലെങ്കിൽ സമ്പന്നരെ, അതായത് അവരുടെ ഇടയിൽ സമ്പത്തുണ്ട് എന്നുള്ള ഒരു വെപ്പുണ്ട്. എന്നാൽ വൈദിക പുരോഹിതന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഇടപഴകാൻ തയ്യാറല്ലാത്ത പാനികൾ പലപ്പോഴും ആര്യന്മാരുമായിട്ട് വിരുദ്ധതയിലായിരുന്നു. അതേസമയം ദാസന്മാർ കൂടുതൽ വിരുദ്ധരായി കണക്കാക്കപ്പെടുകയും ചെയ്തു. ഭരതകുലത്തലവനായ ദിവോദാസൻ ആര്യനിതര സംബന്ധരെ അല്ലെങ്കിൽ ആളുകളെ പരാജയപ്പെടുത്തി. ഇത് തദ്ദേശീയ ഗ്രൂപ്പുകളുമായുള്ള നിരന്തരമായ പോരാട്ടങ്ങളെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ആര്യന്മാർ വന്നിട്ട് നിരന്തരമായിട്ട് തദ്ദേശീയരുമായിട്ട് ഏറ്റുമുട്ടി എന്നാണ് ഇതൊക്കെ നമ്മളെ അറിയിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചുരുക്കം ദസ്യുമാരും യഥാർത്ഥത്തിൽ ആര്യൻ സംസാരിക്കുന്ന ജനങ്ങളായിരുന്നു എന്നും ഭൂഖണ്ഡത്തിലേക്കുള്ള കുടിയേറ്റത്തിനിടയിൽ വ്യത്യസ്ത സാംസ്കാരിക സവിശേഷതകൾ നേടിയവരാണ് എന്നും അതിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഇനി സാമവേദത്തെക്കുറിച്ച്. സാമവേദത്തിൻ്റെ ഏകദേശം 1810 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനെ ചന്ദിൻ്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് ചന്ദ് എന്ന് വിളിക്കാറുണ്ട്. ബ്രാഹ്മണരുടെ ഒരു പ്രത്യേക വിഭാഗം ഉദ്ഗാത്രികൾ സോമയാഗ വേളയിൽ, അതായത് സോമയാഗം നടത്തുന്ന സമയത്ത് ഇതിലുള്ള സ്തുതികൾ ആലപിച്ചു. സംഗീതത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഇന്ത്യൻ ഗ്രന്ഥമായിട്ട് സാമവേദത്തെ കണക്കാക്കുന്ന വൺവേഡ് ചോദിച്ചുകൂടായില്ല കേട്ടോ. കൗതുമ, അതുപോലെ തന്നെ രണയിന, ജൈമിനിയ എന്നിവയാണ് സാമവേദത്തിൻ്റെ പുനരാഖ്യാനങ്ങൾ. ഇനി യജുർവേദത്തിൽ യാഗ ചടങ്ങുകൾക്ക് ആവശ്യമായ സൂത്രവാക്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അഥർവവേദത്തെ 20 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവ 20 കാണ്ഡങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. അങ്ങനെ വിളിക്കപ്പെടുന്ന 730 സ്തുതിഗീതങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാഥമിക പ്രാർത്ഥനാ പുസ്തകമായിട്ടാണത് കണക്കാക്കുന്നത്. ഇനി അഥർവവേദം യഥാർത്ഥത്തിലെ വേദസംഹിതകൾ ഉൾപ്പെട്ടിരുന്ന ഒന്നല്ല. അഥർവവേദത്തിന് അഥർവൻ അല്ലെങ്കിൽ അങ്കിരസം എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് ജിരസം എന്നായിരുന്നു ആദ്യം അതിനെ അറിയപ്പെട്ടിരുന്നത്. ഏറ്റവും പുതിയ വേദമായി കണക്കാക്കപ്പെടുന്ന അഥർവവേദം ഋഗ്വേദത്തിലെ ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് മാന്ത്രികതയുടെയും ഒരു പാഠമായിട്ട് കണക്കാക്കപ്പെടുന്നു. അഥർവവേദ സംഹിതയിൽ കൂടുതലും മന്ത്രങ്ങളും അതുപോലെ വശ്യശക്തി, തന്ത്രങ്ങൾ എന്നിവയ്ക്ക് കുറിച്ചാണ് കൂടുതലും പ്രതിപാദിക്കുന്നത്. ഇക്കാരണം കൊണ്ടാണ് ഈ സംഹിത വളരെ കാലം വൈദിക സാഹിത്യത്തിൽ ഉൾപ്പെടുത്താതെ നിന്നിരുന്നത്. ഇനി സംഹിതകൾ അല്ലെങ്കിൽ വേദസ്തുതികൾ അടങ്ങിയിട്ടുണ്ട്. അതേസമയം ബ്രാഹ്മണങ്ങൾ സംഹിതകൾക്ക് ഗദ്യവ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ ആരണ്യകങ്ങളിലും ഉപനിഷത്തുകളിലും തത്വശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇനി വേദാംഗങ്ങൾ. ശിക്ഷ അഥവാ സുരസൂചകം, കൽപ്പം അഥവാ ആചാരം, വ്യാകരണം, അതുപോലെ തന്നെ തിരുക്തം അഥവാ വിൽപ്പത്തിശാസ്ത്രം, ഛന്ദസ് അഥവാ അളവുകൾ, ജ്യോതിഷം എന്നിവ ഉൾപ്പെടെ 6 വേദാംഗങ്ങൾ അല്ലെങ്കിൽ വേദങ്ങളുടെ അവയവങ്ങളുണ്ട്. അംഗം എന്ന അവയവമാണ്. വേദങ്ങളെക്കുറിച്ചുള്ള ശരിയായ ഗ്രാഹ്യത്തിന്, അതായത് അറിവ് നേടുന്നതിന് ഈ വിഷയങ്ങൾ സഹായിക്കുന്നുണ്ട്. കാലക്രമേണ വേദവിജ്ഞാനത്തിൻ്റെ വിവിധ ശാഖകളുടെ ചിട്ടയായ പഠനത്തിന് വേണ്ടിയിട്ട് പ്രത്യേക വിദ്യാലയങ്ങൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി സൂത്രങ്ങളാണ്. ഈ വിദ്യാലയങ്ങൾ വികസിച്ചെടുത്തത് സൂത്രങ്ങൾ എന്നറിയപ്പെടുന്ന സ്വന്തം ഗ്രന്ഥങ്ങൾ, കൽപ്പസൂത്രങ്ങളെ, ആചാരങ്ങളെക്കുറിച്ചുള്ള മാനുവലുകൾ നൽകുന്നു. യാഗങ്ങൾക്കുള്ള സൗദസൂത്രങ്ങൾ, രൂപരേഖ,
അതുപോലെ ഗ്രഹ്യ സൂത്രങ്ങൾ, ഗാർഹിക ആചാരങ്ങളെക്കുറിച്ചും വിവരിക്കുന്നതാണ്. സുൽഭസൂത്രങ്ങൾ യാഗപീഠങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വിശദമായ അളവുകൾ എന്നിവ നൽകുന്നുണ്ട്. ഇനി ബ്രാഹ്മണങ്ങൾ. സംഹിതകളുടെ ഗദ്യവ്യാഖ്യാനങ്ങൾ ബ്രാഹ്മണങ്ങൾ ഓരോ വേദത്തിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഐതരേയ ബ്രാഹ്മണവും അതുപോലെ കൗശീതിക ബ്രാഹ്മണവും ഋഗ്വേദത്തോടൊപ്പമുണ്ട്. യാഗാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് അതൊക്കെ. ഇനി ആരണ്യകങ്ങൾ. ബ്രാഹ്മണങ്ങളുടെ അവസാന ഭാഗങ്ങളിൽ ആരണ്യകങ്ങൾ തത്വചിന്താപരമായ സിദ്ധാന്തങ്ങളിലേക്കും സംഹിത ഗ്രന്ഥങ്ങളുടെ നിഗൂഢമായ അർത്ഥങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ഇപ്പോൾ പവിത്രമായി കണക്കാക്കപ്പെടുന്ന ആരണ്യകങ്ങൾ പരമ്പരാഗതമായിട്ട് വനത്തിൽ അല്ലെങ്കിൽ ആരണ്യം എന്ന് പറഞ്ഞാൽ കാട് വായിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് ഉപനിഷത്തുകൾ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഉപനിഷത്ത് എന്ന പദത്തിൻ്റെ ഉത്ഭവം അപ്നിസാദ് എന്ന ധാതുവിൽ നിന്നാണ്. അതായത് ആരുടെയെങ്കിലും അടുത്ത് ഇരിക്കുക. അപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ സമീപം ഇരിക്കുക എന്നുള്ളതാണ് ഇതിനിവിടെ സൂചിപ്പിക്കുന്നത്. സമകാലിക ഉപയോഗത്തിൽ അത് ആത്മീയ അറിവിനെ സൂചിപ്പിക്കുന്നു. അറിവ് നേടാനല്ലേ ഗുരുവിൻ്റെ സന്നിധിയിലിരിക്കുക. ആകെ 108 ഉപനിഷത്തുക്കളുണ്ട്. വേദങ്ങൾ അനുസരിച്ച് തരം തിരിച്ചിട്ടുണ്ട് ഈ 108 ഉപനിഷത്തുക്കൾ സാധാരണയായിട്ട് മതപരമായ ആചാരങ്ങളെ വിമർശിക്കുകയും ആത്മാവിൻ്റെ ട്രാൻസ്മൈഗ്രേഷൻ സിദ്ധാന്തം, അതായത് ഒരു പരകായ പ്രവേശനം ചെയ്യുന്ന സിദ്ധാന്തത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിഹാസങ്ങൾ. വേദങ്ങളെ പിന്തുടർന്ന് പുരാതന ഇന്ത്യ 2 പ്രധാന ഇതിഹാസങ്ങൾ നിർമ്മിച്ചു: രാമായണവും മഹാഭാരതവും. ഇതിഹാസങ്ങൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അതായത് കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ചിത്രീകരിക്കുന്നതാണ് 2 ഇതിഹാസങ്ങൾ. ഇനി 18 പുരാണങ്ങൾ. വൈദിക സമൂഹത്തെ പഠിക്കുന്നതിനുള്ള ഒരു വിഭവമായിട്ട് പുരാണങ്ങൾ പ്രവർത്തിക്കുന്നു. 18 പുരാണങ്ങളിൽ ചിലത് മറ്റുള്ളവയേക്കാൾ വലിയ ചരിത്രപരമായ പ്രാധാന്യം നൽകുന്നവയാണ്. വിഷ്ണുപുരാണം, വായുപുരാണം, മത്സ്യപുരാണം, ബ്രഹ്മപുരാണം, അതുപോലെ ഭവിഷ്യപുരാണം എന്നിവ ഇതിൽ 18 ഏറ്റവും ശ്രദ്ധേയമായ പുരാണങ്ങളാണ്. ഓരോ പുരാണവും 5 വ്യത്യസ്ത വിഷയങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. വംശാവലി ചരിത്രപരമായ വീക്ഷണകോണിൽ നിന്ന് ഇത് പ്രത്യേകിച്ചും പ്രസക്തമാണ്. ഇനി ആർക്കിയോളജിക്കൽ സോഴ്സസ്, പുരാവസ്തു സ്രോതസ്സുകൾ. വേദകാലഘട്ടം കൂടുതലും സാഹിത്യ സ്രോതസ്സുകളെ ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാഹിത്യകൃതികളെക്കുറിച്ച് പറഞ്ഞത്. പുരാതന കാലത്തെ ഭൗതിക സംസ്കാരത്തിലേക്കും സാമൂഹിക ഘടനകളിലേക്കും വെളിച്ചം വീശുന്ന സാഹിത്യ പുരാണങ്ങൾക്ക് പുരാവസ്തു തെളിവുകൾ ഒരു അനുബന്ധമായിട്ട് വർത്തിക്കുന്നുണ്ട്. ഇത് സെറ്റിൽമെൻറ്റ് പാറ്റേണുകൾ, മൺപാത്ര നിർമ്മാണ ശൈലികൾ, ഉപകരണങ്ങൾ, ആയുധങ്ങൾ, വാസ്തുവിദ്യാ അവശിഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു കാഴ്ച നൽകുന്നുമുണ്ട്. പഞ്ചാബ്, ഉത്തർപ്രദേശ്, വടക്കൻ രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏകദേശം 1700 BC മുതൽ 600 BC വരെ വ്യാപിച്ചു കിടന്നിരുന്ന പുരാവസ്തു ഗവേഷണങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ് മൺപാത്രങ്ങൾ. ഇപ്പോൾ തവിട്ട് നിറമുള്ള മൺപാത്രങ്ങൾ, കറുപ്പ് മൺപാത്രങ്ങൾ, ചുവപ്പ് വെയർ, അതുപോലെ പെയിൻറ്റഡ് ഗ്രേ വെയർ സംസ്കാരങ്ങൾ എന്നിവയുടെ ഉൾപ്പെടെയുള്ള വിവിധ മൺപാത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും മൺപാത്രങ്ങൾ മാത്രം സംസ്കാരത്തിൻ്റെ മുഴുവൻ ഭാഗവും ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളുടെ വിശകലനത്തിലൂടെ ചരിത്രകാരന്മാർ സാഹിത്യ സ്രോതസ്സുകൾ പലപ്പോഴും ഉത്തർപ്രദേശ് പോലെയുള്ള ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളെ വേർതിരിച്ചറിയാൻ അവർക്ക് അത് സഹായകമായിട്ടുണ്ട്. ഗംഗ, യമുന, ഡോവാബിലെ 100-ലധികം സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വ്യതിരിക്തമായ മൺപാത്രങ്ങളാണ് ഓച്ചർ പോട്ടറികൾ എന്ന് പറയും. അത് ഓച്ചർ കളേർഡ് പോട്ടറീസ്, OCP സംസ്കാരം എന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റെഡ് വെയർ, BRW, ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, കറുപ്പും ചുവപ്പും കലർന്ന പെയിൻറ്റുകളോട് കൂടിയത്, ഇങ്ങനെയുള്ള കുറേ സംസ്കാരങ്ങൾ. PGW, പെയിൻറ്റഡ് ഗ്രേ വെയർ പോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിഭാഗവും ഉണ്ട്. നദീതീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന OCP അല്ലെങ്കിൽ തവിട്ട് നിറമുള്ള മൺപാത്രങ്ങൾ സൈറ്റുകൾ താരതമ്യേന ചെറുതാണ്. OCP സംസ്കാരം ഏകദേശം 2000 BC മുതൽ 1500 BC വരെ നിലനിന്നു എന്നാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1960കളുടെ തുടക്കത്തിൽ അത്രാഞ്ചി ഖേരയിൽ കണ്ടെത്തിയ BRW, അതായത് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ടുകൾ പലപ്പോഴും OCP, PGW പാളികൾക്കിടയിലാണ് സംഭവിക്കുന്നത്. BRW മൺപാത്രത്തിൻ്റെ പ്രധാന സവിശേഷത അതിൻ്റെ കറുത്ത ഇൻറ്റീരിയലും റിമ്മുമാണ്. BRW കരകൗശലത്തിൽ വ്യത്യാസപ്പെട്ട ഒന്നാണ്. 1946 അഹിച്ചത്രയിലാണ് ആദ്യമായിട്ട് PGW ഖനനം ചെയ്തത്. പെയിൻറ്റഡ് ഗ്രേ വെയർ പോട്ടുകൾ
ഖനനം ചെയ്തത്. നദീതീരങ്ങളിൽ ജനവാസ കേന്ദ്രമുള്ള വടക്കേ ഇന്ത്യയിൽ ഇത് വ്യാപകമാണ്. ഈ കാലഘട്ടത്തിലെ വീടുകൾ ഒന്നുകിൽ വൃത്താകൃതിയിലുള്ളതോ അല്ലെങ്കിൽ ചതുരാകൃതിയിലുള്ളതോ ആയിരുന്നു. ചിലതിന് ഒന്നിലധികം മുറികളുള്ളതാണ്. ചെമ്പ്, ഇരുമ്പ്, അസ്ഥി എന്നിവ കൊണ്ട് നിർമ്മിച്ച വിവിധ വസ്തുക്കൾ PGW സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. PGW സൈറ്റുകളിൽ ഇരുമ്പ് കലകൾ സർവ്വവ്യാപകമായിരുന്നു. ഇത് വിദഗ്ധ ലോഹപ്പണിയെയാണ്, ആ കാലഘട്ടത്തിലെ വിദഗ്ധമായ ലോഹപ്പണിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഋഗ്വേദിക് പാസ്റ്ററലിസം, അതായത് ഋഗ്വേദ കാലഘട്ടത്തിലെ മേച്ചിൽ സ്ഥലങ്ങളെക്കുറിച്ചാണ്. ഋഗ്വേദ സമൂഹം ഒരു ഗോത്രഘടനയിലാണ് പ്രവർത്തിച്ചിരുന്നത്. സാമൂഹിക ബന്ധങ്ങൾ പ്രാഥമികമായി ബന്ധുത്വ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഈ ചട്ടക്കൂടിനുള്ളിൽ മുഖ്യന്മാർ, പുരോഹിതന്മാർ, സാധാരണക്കാർ എന്നിവരെയെല്ലാം വംശത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ട് കണ്ടു. ജന എന്നറിയപ്പെടുന്ന ഗോത്രത്തിൽ ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിവിധ ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. കാലക്രമേണ ഇവരെന്ത് ചെയ്തു പറയുക, മോഷണങ്ങളുടെയൊക്കെ പേരിൽ പരസ്പര കന്നുകാലികളെ മോഷ്ടിക്കുക, കന്നുകാലികൾക്ക് വേണ്ടിയുള്ള സംഘർഷങ്ങൾ എന്നിവയുടെ പേരിൽ ഈ ഗോത്രങ്ങൾ പരസ്പരം പോരടിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ ഒരു പ്രധാന വിഭവമായിരുന്നു പശുക്കൾ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പോരാട്ടങ്ങൾ നടത്തിയിരുന്നത്. ഗോത്രത്തിൻ്റെ അമരത്ത് പശു സംരക്ഷകനായ രാജ അല്ലെങ്കിൽ ഗോപതിയാണ് ഉണ്ടായിരുന്നത്. സമയത്തിൻ്റെ അളവിന് ഗോധുലി അഥവാ ബന്ധുത്വ യൂണിറ്റുകൾക്കുള്ളത് ഗോത്രം എന്നിങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ചു. ഒക്കെ പശുവിൻ്റെ പേരുമായിട്ട് ഗോ വരുന്നതാണ് അല്ലേ. ഗോ എന്നതിൽ നിന്നാണ് ഇതൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. രാജയുടെ സ്ഥാനം പാരമ്പര്യമല്ല, മറിച്ച് കുലത്തിലെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിരുന്നത്. കുടുംബം സാധാരണയായിട്ട് ഗ്രാമങ്ങളിൽ ആണ് താമസിച്ചിരുന്നത്. ഇതൊരു പുരുഷാധിപത്യ സമൂഹത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അവിടെ മകൻ്റെ ജനനം ഒരു വലിയ ബഹുമാനമായിട്ടാണ് കണക്കാക്കിയത്. ഒരു ആൺകുട്ടി ജനിക്കുക എന്നുള്ളത് ഒരു വലിയ ബഹുമാനമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഋഗ്വേദത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾക്ക് എന്തുണ്ട്, പ്രത്യേകമായ സ്ഥാനങ്ങൾ നൽകിയിരുന്നു. അവർ വിദ്യാഭ്യാസം നേടുകയും അസംബ്ലികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതും വിവാഹം വൈകിപ്പിക്കുന്നതിനുമൊക്കെയുള്ള പദവികൾ സ്ത്രീകൾക്ക് കൊടുത്തിരുന്നു. ലോപമുദ്ര, വിശ്വവാര, അതുപോലെ തന്നെ ഗോശാല, പാല തുടങ്ങിയവരൊക്കെ കാലത്തെ ശ്രദ്ധേയരായ ചില സ്ത്രീകളാണ്. പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചില സ്ത്രീ കഥാപാത്രങ്ങളാണ്. അവരിൽ ചിലർ സ്തുതിഗീതങ്ങൾ രചിച്ചിട്ടുണ്ട്. സ്ത്രീകൾ കുടുംബഘടനയിൽ മാന്യമായൊരു പദവി നിലനിർത്തുകയും ചെയ്തു. ഇനി പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഡിവിഷൻസ്, സാമൂഹിക രാഷ്ട്രീയ വിഭാഗങ്ങൾ. ഋഗ്വേദ വൈദിക സമൂഹത്തിലെ പുരുഷ അംഗങ്ങൾക്കുള്ള പ്രാധാന്യം നിരവധി ശ്ലോകങ്ങൾ എടുത്തു കാട്ടുന്നുണ്ട്. സമൂഹത്തിൻ്റെ സംഘടനാ ഘടനയെ ഉയർത്തിക്കാട്ടുന്ന ഗണ, വിധാത, സഭ, സമിതി തുടങ്ങിയ വിവിധ ഗോത്ര സമ്മേളനങ്ങളെക്കുറിച്ചും അവിടെ പരാമർശിക്കുന്നുണ്ട്. ഇനി അസംബ്ലികൾ. ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനകളിൽ സജീവമായി ഏർപ്പെട്ടിരുന്ന യോദ്ധാക്കളുടെ ഒരു സമ്മേളനമായിട്ടാണ് ഗണ പ്രവർത്തിച്ചിരുന്നത്. പൊതുവെയുള്ള വിശ്വാസം, ഗണത്തിൻ്റെ മേധാവി ഗണപതി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗണങ്ങൾ അവരുടെ യുദ്ധക്കൊള്ളകൾ ഗണപതിക്ക് സമർപ്പിക്കും. തുടർന്ന് അത് അവരുടെ ഗ്രൂപ്പിൽ കൊള്ളമുതലുകൾ വിതരണം ചെയ്യും. സഭ തിരഞ്ഞെടുക്കപ്പെട്ട കുലാംഗങ്ങളുടെ ഒരു കൗൺസിലാണ്. അതേസമയം സമിതി മുഴുവൻ വംശത്തെയും പ്രതിനിധീകരിക്കാൻ സാധ്യത ഉള്ള ഒന്നായിട്ടാണ് തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത്. ഈ അസംബ്ലികൾ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള സർക്കാർ ഭരണപരമായ ചുമതലകൾ നിറവേറ്റി. എങ്കിലും ഋഗ്വേദ കാലഘട്ടത്തിൽ വ്യക്തമായ രാഷ്ട്രീയ ശ്രേണി ഉണ്ടായിരുന്നില്ല. പശുക്കളം എന്നർത്ഥം വരുന്ന ഗോത്രം എന്ന പദം ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. കാലക്രമേണ അതിൻ്റെ പ്രാധാന്യം കുറയുകയും ആ സ്ഥാനത്തേക്ക് ഗൃഹം, കുലം എന്നിവയെ ഉയർന്നു വരികയും ചെയ്തു. തുടക്കത്തിൽ ഗോത്രബന്ധുത്വത്തിൻ്റെ ഒരു യൂണിറ്റായിട്ട് പരാമർശിച്ചു. അവിടെ പശുക്കളുമായി ഒരുമിച്ച് താമസിക്കുന്ന ആളുകൾ ഗോത്രം എന്ന് അറിയപ്പെട്ടു. എങ്കിലും ഗോത്രത്തിലെ അംഗത്വം ഒരു പൊതു പൂർവികനിൽ നിന്നുള്ള വംശാവലിയെ അർത്ഥമാക്കുന്നില്ല. സമൂഹം കൂട്ടുകുടുംബത്തിലേക്ക് മാറിയപ്പോൾ ഗോത്രം എന്ന പദം വീട്ടുകാരെയും വംശത്തെയും ഉൾക്കൊള്ളുന്നതിൽ ആ ഒരു രൂപത്തിലേക്ക് അങ്ങനെ വികസിച്ചു. അമ്മയും അച്ഛനും മക്കളും അടിമകളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ തലവനായിരുന്നു കുലപ. ഋഗ്വേദ കുടുംബഘടനയിൽ 2 or 3 തലമുറകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പുരുഷാധിപത്യ യൂണിറ്റാണ് ഉൾക്കൊണ്ടിരുന്നത്. ഇനി പൊളിറ്റിക്കൽ സ്ട്രക്ചർ, അവരുടെ രാഷ്ട്രീയ ഘടന. വൈദിക സമൂഹത്തിൻ്റെ രാഷ്ട്രീയ ഘടന അടിസ്ഥാനപരമായിട്ട് ഗോത്രവർഗമാണ്. കേന്ദ്രീകൃത ഭരണകൂടമൊന്നും ഇല്ല. സംഘടനത്തിൻ്റെ സംരക്ഷകനായും നേതാവായും പ്രവർത്തിച്ച രാജയായിരുന്നു അതിൻ്റെ കാതൽ. പാരമ്പര്യ രാജത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി വംശജരിൽ നിന്നാണ് രാജയെ തിരഞ്ഞെടുത്തിരുന്നത്. ഋഗ്വേദത്തിലെ വിസ് എന്ന പദം ഈ ഗോത്രങ്ങളുടെ അല്ലെങ്കിൽ ഗോത്ര കൂട്ടായ്മകളെയാണ് പരാമർശിക്കുന്നത്. ഭരണത്തിൽ രാജയെ പിന്തുണച്ച് ഒരു കേഡർ പ്രവർത്തിച്ചിരുന്നു. അവരിൽ പുരോഹിതൻ നിർണായകമായ പങ്ക് വഹിച്ചു. ഈ പുരോഹിതൻ ഗോത്രത്തിൻ്റെ പ്രയോജനത്തിന് വേണ്ടി യജ്ഞങ്ങൾ അഥവാ യാഗങ്ങൾ നടത്തുകയും പകരം സമ്മാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു.
ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന പ്രമുഖ പുരോഹിതന്മാരിൽ ആരൊക്കെയാണ്? വസിഷ്ഠനും വിശ്വാമിത്രനും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവരാണ് ഉൾപ്പെടുന്നത്. യാഗങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് പുരോഹിതന്മാരുടെ പദവിയും അതിൻ്റെ ഫലമായിട്ട് രാജാവിൻ്റെ ശക്തിയും വർദ്ധിച്ചു. സേനാനി അഥവാ സൈനിക കമാൻഡർ മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ വിഭാഗമായിരുന്നു. അദ്ദേഹത്തെ രാജാവ് എന്ത് ചെയ്തു? രാജയുടെ ഒപ്പം തന്നെ ഗോത്രത്തിലെ യുദ്ധത്തിലേക്ക് നയിച്ചു. അതായത് രാജാവ് യുദ്ധം പോകുമ്പോൾ രാജാവ് അദ്ദേഹത്തെയും ഒപ്പം യുദ്ധത്തിലേക്ക് നയിച്ചു. ഋഗ്വേദത്തിൽ നികുതി പിരിവുകാരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും ബാലി എന്നറിയപ്പെടുന്ന പൊതു വഴിപാടുകൾ രാജാവിന് ലഭിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പ്രാദേശിക പ്രവർത്തകരെ അത്ര വ്യക്തമായി നിർവചിച്ചിരുന്നില്ല. എന്നാൽ മേച്ചിൽപ്പുറങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന വ്രജപതിയും യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന ഗ്രാമണികളും വളരെ വ്യക്തമായിട്ട് പ്രവചിക്കപ്പെട്ടിരുന്നു. ഋഗ്വേദ രാഷ്ട്രീയത്തിൻ്റെ ഊന്നലെടുത്ത് കാണിക്കുന്ന വിധത്തിൽ രാജാവിന് സൈന്യത്തെ നിലനിർത്തിയതായിട്ട് എവിടെയും കാണുന്നില്ല. ഋഗ്വേദ ആര്യന്മാർ ദാസുകൾ, ദസ്യൂസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് തങ്ങളെ തന്നെ വ്യത്യസ്തമാക്കാൻ പ്രാഥമികമായിട്ട് ശാരീരിക രൂപം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചർമ്മത്തിൻ്റെ നിറമാണ് അവിടെ പ്രതിഫലിപ്പിച്ചിരുന്നത്. ദാസന്മാരെ ഇരുണ്ട നിറമുള്ളവരും ശത്രുക്കളുമായിട്ട് ചിത്രീകരിച്ചു. അതേസമയം ആര്യന്മാർ സുന്ദരന്മാരായ ചർമ്മമുള്ളവരായിട്ടും ചിത്രീകരിച്ചു. 10 രാജാക്കന്മാരുടെ യുദ്ധത്തിലെ ഭരതഗോത്രത്തെ നയിച്ച ഒരു പ്രമുഖ തലവനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പുരാതന ഇറാനിയൻ ഗ്രന്ഥമായ അവസ്ഥയിൽ പരാമർശിക്കുന്നുണ്ട്. വൈദിക സമൂഹം പരിണമിച്ചപ്പോൾ സാമൂഹിക വിഭജനങ്ങൾ ഉയർന്നു വന്നു. രാജാവ്, യോദ്ധാക്കൾ അഥവാ രാജന്യകൾ, പുരോഹിതന്മാർ, സാധാരണ ജനങ്ങൾ എന്നിങ്ങനെ ഓരോരുത്തരുടെയും റോളുകൾ വ്യക്തമായിട്ട് നിർവചിക്കപ്പെടുകയും ചെയ്തു. നെയ്ത്തുകാർ, മരപ്പണിക്കാർ, തുകൽ തൊഴിലാളികൾ, രഥനിർമ്മാതാക്കൾ എന്നിങ്ങനെ വിവിധ തൊഴിലാളികൾ ഇതിൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും പരാമർശിക്കുന്നുണ്ട്. എങ്കിലും ഈ വിഭജനം കർശനമായിട്ട് അങ്ങനെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശനം കർശനമായിട്ട് അങ്ങനെ നടപ്പിലാക്കിയിരുന്നില്ല. സാമൂഹിക അസമത്വം വികസിക്കാൻ തുടങ്ങി. ഇവിടെ ഇങ്ങനെ തരംതിരിവുണ്ടായപ്പോൾ, പക്ഷേ ശക്തമായിട്ട് അതിനെ അവർ പിന്തുണക്കുന്നില്ല. എങ്കിലും ആളുകളുടെ ഇടയിൽ അങ്ങനെയുള്ളൊരു വിഭജനം ഉള്ളതുകൊണ്ട് സാമൂഹിക അസമത്വം അവിടെ പ്രകടമാക്കി. യുദ്ധക്കൊള്ളകളുടെയും അസമമായ വിതരണമായിരുന്നു പ്രധാനമായിട്ട് ആ സമത്വം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് യുദ്ധക്കൊള്ള മുതലുകളാണ്. യുദ്ധസമയത്ത് കൊള്ളയടിക്കണം. അത് എല്ലാവർക്കും തുല്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ അസമത്വം ഇല്ല. അതൊരേപോലെ വിതരണം ചെയ്യാത്തിടത്തോളം കാലം സമൂഹത്തിൽ അസമത്വം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഋഗ്വേദ കാലത്തെ കാർഷിക രീതികൾ വളരെ കുറച്ച് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. യവ എന്നറിയപ്പെടുന്ന ബാർലി വ്യക്തമായിട്ട് പരാമർശിച്ച ഒരേ ഒരു ധാന്യമാണ്. ആ കാലഘട്ടത്തിലെ ഒരേ ഒരു ധാന്യമാണ്. ഇവർ മരം, കലപ്പ ഉപയോഗിച്ച് കൃഷി ണ്ടാവാമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇക്കാലത്ത് ജലസേചന അടിസ്ഥാന സൗകര്യങ്ങളും കുറവായിരുന്നു. ഇനി റിലീജിയൻ, മതം. കാറ്റ്, മഴ, വെള്ളം, ഇടിമുഴക്കം, തീ തുടങ്ങിയ പ്രകൃതി ശക്തികളെ ആരാധിക്കുകയും പലപ്പോഴും അവയെ പുല്ലിംഗ രൂപങ്ങളിൽ പ്രതിനിധീകരിക്കുകയും ചെയ്ത പുരാതന ആര്യന്മാരുടെ മതവിശ്വാസങ്ങളെക്കുറിച്ച് ഋഗ്വേദ ശ്ലോകങ്ങൾ വിലപ്പെട്ട ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. സ്ത്രീ ദേവതകൾ താരതമ്യേന കുറവായിരുന്നു. ഇടയ്ക്കിടെ ഉള്ള എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആരെ പരാമർശിച്ചിട്ടുള്ളൂ? സ്ത്രീ ദേവതകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളൂ. ഋഗ്വേദത്തിൽ ഏകദേശം 250 ശ്ലോകങ്ങൾ ഇന്ദ്രൻ എന്ന ദേവന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അഗ്നിയുടെ ദേവൻ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചു. 200ഓളം ശ്ലോകങ്ങൾ അഗ്നിദേവന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ ഋഗ്വേദത്തിൽ. വരുണൻ ജലത്തെ പ്രതിനിധീകരിക്കുന്ന ദൈവമാണ്. പ്രകൃതിക്രമം ഉയർത്തിപ്പിടിക്കുകയും നദികളെ നിയന്ത്രിക്കുകയും പ്രാപഞ്ചിക സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്ത ദൈവമാണ് ആര്? വരുണൻ. അതേസമയം യമ മരണത്തിന് നേതൃത്വം നൽകുകയും സസ്യങ്ങളോടും മരത്തോടും ബന്ധിപ്പിക്കുകയും ചെയ്തു. ഋഗ്വേദ പ്രാർത്ഥനകളിൽ കൊടുങ്കാറ്റിൻ്റെ ദേവനായ മരുതം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ചില സ്ത്രീ ദേവതകളിൽ പ്രഭാതത്തിൻ്റെ ദേവതയായ ഉഷസ്സിന് കാര്യമായൊരു സ്ഥാനം ലഭിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലെ ആരാധനയിൽ പ്രാഥമികമായിട്ട് പ്രാർത്ഥനകളും ത്യാഗങ്ങളുമാണ് ഉൾപ്പെട്ടിരുന്നത്. ഇനി ദ ലേറ്റർ വേദിക് പീരിയഡ്, പിൽക്കാല വേദ കാലഘട്ടം. BC 1000-നും 600-നും ഇടയിലുള്ള കാലഘട്ടമാണ് പിൽക്കാല വേദ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. വൈദിക ഗോത്രങ്ങൾ കിഴക്കോട്ട്, പ്രത്യേകിച്ച് മുകളിലെ ഗംഗാതടത്തിലേക്ക് അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതുകൊണ്ട് കാര്യമായ മാറ്റം അവിടെ അടയാളപ്പെടുത്തി. ഈ സമയത്തെ കാർഷിക സമൂഹങ്ങളുടെ സാന്നിധ്യം പുരാവസ്തു തെളിവുകൾ കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ ഇടയ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് കൃഷി ചെയ്തൊരു ഭാഗത്ത് സ്ഥിരതാമസമാക്കിയതിൻ്റെ തെളിവുകൾ കാണുന്നുണ്ട്. പിൽക്കാല വേദഗ്രന്ഥങ്ങൾ പഞ്ചാബിൽ നിന്ന് ഉത്തർപ്രദേശിലെ ഗംഗ, യമുന, ദോവാബ്
ദോവാബിലേക്ക് ആര്യന്മാരുടെ കുടിയേറ്റത്തെ വിവരിക്കുന്നുണ്ട്. അവിടെ കുരു പാഞ്ചാല ഗോത്രങ്ങളാണ് താമസക്കാരായിട്ട് ഉണ്ടായിരുന്നത്. കിഴക്കൻ ഉത്തർപ്രദേശിലേക്ക് അവരുടെ പ്രദേശം വികസിപ്പിക്കുകയും ചെയ്തു അവർ. ഇത് ഗോത്ര സ്വത്വങ്ങളിൽ നിന്ന് പ്രാദേശിക സ്വത്വങ്ങളിലേക്കുള്ള ഒരു പരിവർത്തനത്തിലേക്ക് നയിച്ചു. അതായത് ആ ഗോത്ര ചിന്താഗതി മാറിയിട്ട് തങ്ങളുടെ പ്രദേശം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് അവർ മാറി. മതത്തിൻ്റെയും സാമൂഹിക ഘടനയുടെയും കാര്യത്തിൽ പിൽക്കാല വൈദിക സമൂഹം ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4 വർണ്ണങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. ആ വർണ്ണ പദവി പാരമ്പര്യവുമായിരുന്നു. എൻഡോഗമി നിയമങ്ങളിലൂടെ ആചാരപരമായ വിശുദ്ധിയുടെയും അവർ നിലനിർത്തി. ത്യാഗങ്ങളുടെ ഉയർച്ച കാരണം ബ്രാഹ്മണരുടെ പ്രസക്തി വർദ്ധിച്ചു. അതവരെ സമൂഹത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വിഭാഗമാക്കി മാറ്റി. ബ്രാഹ്മണർക്ക് തുല്യരായിരുന്നു ആര്? ക്ഷത്രിയരും. കച്ചവടക്കാരായ വൈശ്യരായിരുന്നു 3ാമത്തെ വിഭാഗം. സമയശ്രേണിയിലെ ഏറ്റവും താഴ്ന്ന പദവി ശൂദ്രർക്കായിരുന്നു. ഐതിരേയ ബ്രാഹ്മണം അവരെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വിധേയരായ ദാസന്മാരായിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കീഴ്പ്പെട്ടവരായിട്ടാണ്, അല്ലെങ്കിൽ കീഴ്പ്പെട്ടവരായിട്ടുള്ളൊരു റോളാണ് അവർക്ക് ഐതിരേയ ബ്രാഹ്മണം നൽകിയിരുന്നത്. അതുപോലെ വർണ്ണധർമ്മ സങ്കല്പം ആശ്രമങ്ങൾ എന്നറിയപ്പെടുന്ന വ്യത്യസ്ത ജീവിതഘട്ടങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, അതുപോലെ വാനപ്രസ്ഥം, പിന്നെ സന്യാസം എന്നിങ്ങനെ 4 ആശ്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ജനനം അഥവാ നിയമിക്കപ്പെട്ട ജന്മം എന്നർത്ഥമുള്ള ജാതി എന്ന പദവും ഈ ഗ്രന്ഥങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് സാമൂഹിക നില നിർണ്ണയിക്കുകയും ഒടുവിൽ സാമ്പത്തിക നിലയുടെ അളവുകോലായിട്ട് മാറുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുന്നു. വേദകാലഘട്ടത്തിൽ 2 വ്യത്യസ്ത മത പാരമ്പര്യങ്ങളാണ് ഉയർന്നു വന്നത്. ഒന്ന് സാമവേദം, മറ്റൊന്ന് യജുർവേദം. ബ്രാഹ്മണങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്ന ത്യാഗപരമായ മതവും അഥർവവേദം പ്രതിപാദിക്കുന്ന വേദേതര പാരമ്പര്യവുമാണ്. ഇനി എവല്യൂഷൻ ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ പരിണാമം. പിൽക്കാല വേദകാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, മതപരമായ പ്രകൃതിയിൽ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അശ്വമേധം, രാജസൂയം, വാജപേയം തുടങ്ങിയ ആചാരങ്ങൾ രാജാവിൻ്റെ പ്രാദേശിക സ്വത്വം വർദ്ധിപ്പിക്കുന്നതിന് ഇടവരുത്തി. ഈ ചടങ്ങുകളിൽ രാജാവ് കേവലം ഒരു യോദ്ധാവ് എന്നതിൽ നിന്ന് അംഗീകൃത ഭരണാധികാരിയിലേക്കുള്ളൊരു മാറ്റത്തെ അപ്പോൾ ആദ്യകാല വേദകാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു യോദ്ധാവ് അല്ലെങ്കിൽ സൈനികരെ സംരക്ഷിക്കുന്ന ഒരാളെന്ന പദവിയാണ് രാജാവിനുണ്ടായിരുന്നതെങ്കിൽ അത് മാറിയിട്ട് ശക്തനായ ഒരു ഭരണാധികാരി എന്നൊരു പദവി രാജാവിന് വന്നത് പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആചാരങ്ങൾ വളരെ ലളിതമായിരുന്നു പിൽക്കാല വേദകാലഘട്ടത്തിൽ. വൈദിക യാഗങ്ങൾ കൂടുതലും സങ്കീർണമാവുകയും പരിശീലനം ആവശ്യമുള്ളവരുമായിട്ട് വരികയും ചെയ്തു. ഓരോ ചടങ്ങുകളും പ്രത്യേക നിയമങ്ങൾ അല്ലെങ്കിൽ വിധികൾ വികസിപ്പിച്ചെടുത്തു. ഭരണാധികാരിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഒരു പ്രത്യേക പൗരോഹിത്യത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് അത് നയിച്ചു. മതപരമായി പിന്നീടുള്ള വേദകാലഘട്ടം ദേവന്മാരുടെ ദേവാലയങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റം അടയാളപ്പെടുത്തി. ആദ്യകാല വേദഗ്രന്ഥങ്ങളിൽ ഇന്ദ്രനും അഗ്നിയും കേന്ദ്ര കഥാപാത്രങ്ങളായിരുന്നപ്പോൾ അവയുടെ പ്രാധാന്യം പ്രജാപതി, രുദ്രൻ തുടങ്ങിയ പുതിയ ദൈവങ്ങളിലേക്ക് മാറി. ഏത് കാലഘട്ടത്തിൽ? പിൽക്കാല വേദകാലഘട്ടത്തിൽ. അഥർവവേദം അന്ധവിശ്വാസങ്ങളും പ്രായോഗിക വിശ്വാസങ്ങളും മുഖമുദ്രയാക്കിയ ത്യാഗരഹിതമായ നാടോടി പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് നൽകുന്നത്. സാങ്കേതികമായിട്ട് ഇരുമ്പ് സാങ്കേതികവിദ്യയുടെ ആവിർഭാവത്തിൻ്റെ സഹായത്തോടെ പിൽക്കാല വൈദിക സമൂഹം ഇടയ ജീവിതത്തിൽ നിന്ന് കാർഷിക ജീവിതത്തിലേക്ക് മാറാൻ തുടങ്ങി. അതുപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികവും ചലനാത്മകതയും ഗണ്യമായിട്ട് ഈ കാലഘട്ടത്തിൽ വികസിച്ചു. ദാന, ദക്ഷിണ, ബാലി, ഭാഗ തുടങ്ങിയ പേരുകളിലുള്ള സംവിധാനങ്ങളിലൂടെ സമ്പത്തിൻ്റെ ഒരു പുനർവിതരണവും അവിടെ നടന്നു. ബാലി യഥാർത്ഥത്തിൽ കപ്പം അല്ലെങ്കിൽ കൊള്ളയടിച്ച മുതലുകളുടെ ഒരു രൂപമായിട്ടാണ്. പിന്നീട് അതെന്തായി? അതൊരു പ്രാഥമിക നികുതി രൂപത്തിലായി മാറി. ഏത്? ബാലി എന്ന് രാജാവിന് കൊടുക്കേണ്ട നികുതി എന്ന രൂപത്തിലേക്ക് മാറി. കന്നുകാലികളുടെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കൽ എന്ന സംഘടന ഉയർന്നു വന്നത്. ജനസംഖ്യ വർധനവായിരിക്കാം ഇതിന് കാരണമെന്നാണ് ചരിത്രകാരന്മാർ അനുമാനിക്കപ്പെടുന്നത്. രണവാഹകരെ പോലുള്ള പ്രധാന ഉദ്യോഗസ്ഥന്മാർ രാജാവിനെ ഭരണത്തിൽ സഹായിച്ചു. ഒരു സേനാനിയും അല്ലെങ്കിൽ സൈനിക കമാൻഡറെയും അദ്ദേഹം നിലനിർത്തിയിരുന്നു. രാജാവ് ഒരു സ്റ്റാൻഡിംഗ് ആർമി നിലനിർത്തിയിരുന്നോ എന്നുള്ളത് ഇവിടെയും വ്യക്തമല്ല. എന്ന് പറഞ്ഞാൽ ആദ്യകാല വേദകാലഘട്ടത്തിൽ രാജാവിൻ്റേതായ ഒരു സൈന്യമില്ല എന്നതുപോലെ ഇവിടെയും പിൽക്കാല വേദകാലഘട്ടത്തിലും രാജാവിൻ്റേതായ ഒരു സൈന്യം നിലനിർത്തിയിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല. സഭയും സമിതിയും പോലുള്ള ഗോത്ര സമ്മേളനങ്ങൾ പിൽക്കാല വേദകാലഘട്ടത്തിൽ ഭരണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു. വേദാന്ത കാലഘട്ടം ഒരു കരകൗശല വർഗത്തിൻ്റെ ഉയർച്ചയ്ക്കും വ്യാപാരത്തിൻ്റെ വികസനത്തിനും സാക്ഷ്യം വഹിച്ചു. ഭക്ഷ്യോൽപാദന സമ്പദ് വ്യവസ്ഥയിലേക്ക് നഗരവൽക്കരണത്തിലേക്കും ഇത് നീങ്ങി. അതായത് നഗരവൽക്കരണത്തിനും അത് കാരണമായി. പിന്നെ അതുപോലെ വ്യാപാരത്തിൽ ഗിൽഡുകൾ പോലെയുള്ള ഘടനകളും രൂപപ്പെട്ടു. പിന്നെ അഗ്രേറിയൻ എക്സ്പാൻഷൻ ഡ്യൂറിങ് ദ വേദിക് ഇറ, വേദകാലഘട്ടത്തിലെ കാർഷിക വികസനം.
പിൽക്കാല വേദകാലഘട്ടത്തിൽ ഗണ്യമായ കാർഷിക വികസനം ഉണ്ടായി. അതായത് മുൻ വേദകാലഘട്ടത്തെ അപേക്ഷിച്ച് കാലഘട്ടത്തിൽ സമൂഹം നാടോടിയുടെ ജീവിതത്തിൽ നിന്ന് കൂടുതൽ സ്ഥിരതയാർന്ന ഒരു കാർഷിക സ്വത്വത്തിലേക്കുള്ള പരിവർത്തനം കണ്ടു. ആദ്യകാല ഇന്ത്യൻ സമൂഹത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഘടന രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഈ കാർഷിക വ്യാപനത്തിന് ഒരുപാട് ഘടകങ്ങൾ സഹായകമായിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നോക്കാം നമുക്ക്. അതായത് കാർഷിക വൃത്തിയെ പുരോഗമിപ്പിക്കുന്നതിൽ സഹായിച്ചിട്ടുള്ള ഘടകം. ഒന്നാമത്തത് സാങ്കേതിക മുന്നേറ്റങ്ങൾ. വൈദിക ഇരുമ്പ് ഉപകരണങ്ങൾ പോലും ഇപ്പോൾ കലപ്പയൊക്കെ മരത്തിന് ഉപയോഗിക്കുന്നതിന് പകരം ഇരുമ്പ് കൊണ്ടുള്ളത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ വേദത്തിൻ്റെ അവസാനത്തോടെ പ്രചാരത്തിലായ ഇരുമ്പ് കലപ്പ ഇതിനെ കൃഷിയുടെ വ്യാപനത്തെ കൂടുതൽ സഹായിച്ചു. അപ്പോൾ സാങ്കേതികമായ മുന്നേറ്റം. മറ്റൊന്ന് കാർഷിക വ്യാപനത്തിൻ്റെ വ്യാപ്തിയാണ്. പുരാവസ്തുശാസ്ത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് കൃഷി ചെയ്ത പ്രദേശത്തിൻ്റെ വർധനയ്ക്കൊപ്പം വാസസ്ഥലങ്ങളും കൂടി ഉയർന്നു വന്നു. അപ്പോൾ ജനസംഖ്യയിലുണ്ടായ വർധനവ്, അതുപോലെ തന്നെ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഭക്ഷ്യ ആവശ്യങ്ങൾ വർദ്ധിക്കുമല്ലോ. അതുമൊക്കെ കൂടുതൽ കൃഷിയിലേക്ക് ആളുകളെ നയിച്ചു എന്നാൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ കൂടുതൽ കാർഷിക ജോലിയിൽ ഏർപ്പെട്ടു. ഇനി ഒന്ന് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്, പാരിസ്ഥിതിക ഘടകങ്ങളാണ്. പുരാതന ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ഭൂപ്രകൃതിയും കാർഷിക വ്യാപനത്തിലൊരു പ്രധാന പങ്കുവഹിച്ചു. ഇന്തോ ഗംഗാ നദീ മേഖലകളിലെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങൾ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ തന്നെ പ്രദാനം ചെയ്തു. അപ്പോൾ സമൃദ്ധമായ വിളവെടുപ്പ് ഉറപ്പാക്കാൻ ആചാരങ്ങളുടെയും പ്രാർത്ഥനകളുടെയും പ്രാധാന്യം വേദഗ്രന്ഥങ്ങൾ എടുത്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സോഷ്യൽ എക്കണോമിക് ചേഞ്ചസ് ആണ് ഇനി വരുന്നത്. അതിൻ്റെ ഘടകമല്ല കേട്ടോ, വേറെയാണ്. സോഷ്യൽ എക്കണോമിക് ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ഒരു ഹെഡിങ്ങിൽ പ്രത്യേകം പറയാമെന്ന് മാത്രം. കാർഷിക രീതികൾ വികസിച്ചപ്പോൾ വൈദിക സമൂഹവും സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ടു. കൃഷിയുടെ വളർച്ച, ജനസംഖ്യാ വളർച്ച, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക, ഇതൊക്കെ ഒരു തുടർ പ്രക്രിയയായിട്ട് ഇങ്ങനെ വന്നു. കൂടുതൽ വിപുലമായ ജീവിതശൈലിയിലേക്ക് മാറിയതോടുകൂടി ജീവിതം കൂടുതൽ സങ്കീർണമായി തീർന്നു. ഇത് പുതിയ സാമൂഹിക ഘടനകൾക്കും തൊഴിൽ വിഭജനത്തിനും കാരണമായി. ഭൂമിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വർഗത്തിൻ്റെ ആവിർഭാവവും സാമൂഹിക ശ്രേണികളുടെ വികാസത്തിന് കാരണമായി. അത് പിന്നീട് വർണ്ണ സമ്പ്രദായത്തിലേക്ക് പരിണമിച്ചു. മാത്രവുമല്ല കാർഷിക രംഗത്തുണ്ടായ മിച്ചം പ്രാദേശിക കമ്മ്യൂണിറ്റികൾക്കുള്ളിലും വിദൂര പ്രദേശങ്ങളിലും വ്യാപാരം സുഗമമാക്കി. അപ്പോൾ വ്യാപാരവും പുരോഗതി പ്രാപിച്ചു. ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഇനി റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻസ്, മതപരവും സാംസ്കാരികവുമായ മാനങ്ങൾ. വൈദിക കാലഘട്ടത്തിലെ കാർഷിക വികാസം മതപരവും സാംസ്കാരികവുമായ ആചാരങ്ങളുമായിട്ട് ഇഴകിച്ചേർന്ന ഒന്നായിരുന്നു. വൈദിക ആചാരങ്ങളിൽ കൃഷിയാണ് കേന്ദ്രമായിട്ടുണ്ടായിരുന്നത്. ഋഗ്വേദത്തിലെ പല ശ്ലോകങ്ങളും കൃഷിയുടെ ഗുണങ്ങളും അതുമായി ബന്ധപ്പെട്ട ദേവതകളെയും ഒക്കെയാണ് പ്രകീർത്തിക്കുന്നത്. വിളവെടുപ്പ് വിജയിക്കുന്നതിന് ദിവ്യകാരുണ്യം അനിവാര്യമാണ് എന്നൊരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും അവർ നടത്തിയിരുന്നു. ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത്. ഇനി ഒരു യൂണിറ്റും കൂടി ഈ ബ്ലോക്കിൽ, 4 യൂണിറ്റാണ് ഒരു ബ്ലോക്കിൽ ഉള്ളത്. അത്യാവശ്യം പഠിക്കാനുണ്ട്, സിമ്പിളാണ്. ഈ ഒരു ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര പ്രയാസമില്ലാതെ പറഞ്ഞു പോകാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾക്ക് പഠിക്കാനും കഴിയുമെന്ന് തന്നെയാണ് കേട്ടോ. നോക്കാം, നമുക്ക് അന്നിടത്തോളം സിമ്പിളാക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക്സ്.